എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത്? ജൂൺ 19. ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? പി.എൻ. പണിക്കർ. ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏതു വർഷം മുതലാണ്? 1996. ജൂൺ 19. പി.എൻ. പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. പി.എൻ. പണിക്കർ ജനിച്ചതെവിടെയാണ്? നീലംപേരൂർ, കോട്ടയം. 1909 മാർച്ച് 1. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാര്? പി.എൻ. പണിക്കർ. പി.എൻ. പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷം? 2004 ജൂൺ 19. മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? എഴുത്തച്ഛൻ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? തുഞ്ചത്ത് രാമാനുജൻ, എഴുത്തച്ഛൻ. മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആരെല്ലാം? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. മലയാളം അച്ചടിയുടെ പിതാവ് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ്? ഉണ്ണുനീലി സന്ദേശം. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം? സാഹിത്യലോകം. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏത്? വിദ്യാവിനോദിനി. ഏത് വായനശാല ആരംഭിച്ചാണ് പി.എൻ. പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചത്? സനാതനധർമ്മം വായനശാല. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ്? ജൂൺ 25 വരെ. രാമായണം എഴുതിയത് ആര്? വാൽമീകി. വീണപൂവ് എഴുതിയത് ആരാണ്? കുമാരനാശാൻ. നളചരിതം, ആട്ടക്കഥ ആരാണ് രചിച്ചത്? ഉണ്ണായി വാര്യർ. കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി ഏത്? തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ്? നാഷണൽ ലൈബ്രറി, കൊൽക്കത്ത. ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏത്? ലൈബ്രറി ഓഫ് കോൺഗ്രസ്, അമേരിക്ക. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര്? ബാലാമണിയമ്മ. മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യകൃതി ഏത്? വർത്തമാന പുസ്തകം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ നോവൽ ഏത്? ഉമ്മാച്ചു, രചന ഉറൂബ്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരത്തിന് അർഹനായ മലയാള എഴുത്തുകാരൻ ആരാണ്? അഖിൽ പി. ധർമ്മജൻ.